ഇന്ന് നമുക്കേ കൂരിയാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പം ഞാൻ കുറച്ചധികം ഉണ്ടായിരുന്നത് കാരണം രണ്ടും രണ്ട് ചട്ടിയിലാക്കിയാണ് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചേക്കണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചട്ടിയിൽ വെക്കാൻ ഇത് പറ്റില്ല. അധികം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇളക്കാനോ ഒന്ന് എടുത്തൊക്കെ വരുമ്പോഴേക്കും സംഗതി മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ രണ്ട് ചട്ടിയിലോട്ട് വെക്കാനായിട്ട് ഇങ്ങനെ ഭാഗമായിട്ട് വെച്ചേക്കണേണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ഞാനല്ല അമ്മയുണ്ട് കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് വെളുപ്പിച്ച് എടുത്തതാണ്. ഇത് മുട്ടയാണ് കേട്ടോ. ഇതിൻ്റെ മുട്ട, കൂരിയുടെ മുട്ട. ഇങ്ങനത്തെ മുട്ട ഉണ്ടാകും, പിന്നെ വേറൊരു ടൈപ്പ് മുട്ട കൂടി ഉണ്ടാകും. ഇതിപ്പോൾ കിട്ടിയേക്കണത് ഇങ്ങനത്തെ കൂരിയിലെ മുട്ടയാണ് കേട്ടോ. ഇതിപ്പോൾ വെള്ളക്കൂരിയാണ്, അത്യാവശ്യം വലുതുമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ രണ്ട് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. തേങ്ങ കുറച്ചെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞളും കുറച്ച് മല്ലിപ്പൊടി ഇട്ടാണ് അരപ്പൊന്ന് അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ തേങ്ങ കുറച്ച് മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുക്കണേന്ന്. ഇനി മീൻ കറിക്കുള്ള അരപ്പിനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണത്. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ഒരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്പൂൺ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു ചെറിയ സ്പൂൺ കണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ മല്ലിപ്പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതാണ്, ഒരു 5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ അരക്കണ സമയത്ത് കളറോ എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ രണ്ടായിട്ട് മീൻകറി വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ട അരപ്പാണ് കേട്ടോ എടുത്തേക്കണത്. തേങ്ങ അധികം എടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ തോന്നും, പക്ഷേ കുറച്ച് വെള്ളം ഇട്ടാണല്ലോ നമ്മൾ അരക്കണത്. ആ സമയത്ത് റെഡി ആയിക്കോളും. ഇനി ഞാൻ രണ്ടും രണ്ടരപ്പായിട്ട് അരച്ചെടുക്കണേണ്. അതായത് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ കൊള്ളില്ല. അപ്പോൾ രണ്ട് ഭാഗമായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ അരച്ച് എടുക്കട്ടെ കേട്ടോ. എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഉള്ളി ഇഞ്ചിയൊക്കെ കല്ലിലിട്ടാണ് കേട്ടോ ചതച്ചെടുത്തേക്കണത്. ഈ ചതച്ച് വെച്ചേക്കണത് ഈ കറിയിലിടുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കട്ടെ. ഇഞ്ചിയുടെ ആ നീരൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മുടെ കറിയിലോട്ട് ഇറങ്ങും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴേക്കും അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണേണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2 ചട്ടിയിലായിട്ടാണ് വെക്കണേന്ന്. അപ്പോൾ ഇപ്പുറത്തെ ചട്ടി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കറിക്ക് ആവശ്യമായ അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പുണ്ടല്ലോ നല്ല രീതിയിലൊന്ന് പച്ചമണം മാറണം കേട്ടോ. അപ്പോൾ അതായത് ആ അരപ്പിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ വേണം നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അരപ്പ് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് കുടംപുളി കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ചിട്ട് ആണ് ചേർത്ത് കൊടുത്തേക്കണത്. അല്ലെങ്കിൽ പുളി നന്നായിട്ട് പെട്ടെന്ന് മീനിൽ പിടിച്ചോളും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ചാറിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി കിടന്ന് നല്ല രീതിയിലൊന്ന് വെട്ടിത്തിളച്ച് കഴിയുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ ചേർത്ത് കൊടുക്കണം. ഈ കൂരിമീൻ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേവുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ മീനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വെട്ടിത്തിളക്കണം കേട്ടോ. വെട്ടിത്തിളച്ചതിന് ശേഷം നേരിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മീൻ ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഈ കയ്യിൽ ഉണ്ടല്ലോ, കയ്യിൽ ഉപയോഗിച്ച് ഇളക്കാൻ പാടില്ല. ഒരു തുണി വെച്ച് ഇങ്ങനെ ചുറ്റിക്കുക മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഈ കയ്യിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തവീനയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ കയ്യിലെന്നാണ് പറയണത്. പിന്നെ ഈ തുണി ചട്ടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കൂലേ, അതേപോലെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ തിളച്ച് കഴിഞ്ഞിട്ട് വറ്റിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുമായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കൂരി ഇതുപോലെ തന്നെ തേങ്ങ അരച്ചും വെക്കാറുണ്ട്. തേങ്ങ അരക്കാണ്ട് മുളക് പൊടിയും മഞ്ഞളും മല്ലിപ്പൊടി അധികം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഷാപ്പിലെ കറിയൊക്കെ വെക്കൂലേ നല്ല റെഡ് കളറിൽ, അതേപോലെ വെക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.